സ്മാർട്ട് സിറ്റിക്ക് കീഴിൽ 33 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഏകദേശം വെള്ളയമ്പലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ അട്ടക്കുളങ്ങര ജംഗ്ഷൻ വരെ അവസാനിക്കുന്ന രീതിയിലുള്ള സ്മാർട്ട് റോഡ് നമുക്കുള്ളത്. ഒരു പക്ഷേ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സ്മാർട്ട് റോഡ് നമ്മുടെ തിരുവനന്തപുരത്താണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതേ സ്മാർട്ട് റോഡിനെ കുറിച്ചിട്ടുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം ഏകദേശം പൂർണ്ണമായിട്ടും സ്മാർട്ട് റോഡ് ഫങ്ഷനിലായിട്ട് ഏകദേശം ഒരു 6 മുതൽ 8 മാസം ആയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ റോഡ് പൂർണ്ണമായിട്ടും നമുക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ള തരത്തിലുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ തിരുവനന്തപുരം കടന്നു പോകുന്നത്. അതായത് ഈ സ്മാർട്ട് റോഡിൻ്റെ തന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു രീതിയിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സർവീസ് വയറുകളോ വരാതെ ഗതാഗതത്തിന് പൂർണ്ണമായിട്ടും ഗുണകരമാവുന്ന മാക്സിമം വീതി എടുത്തിട്ടുള്ള, അതായത് നിന്ന് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനിൽ മാക്സിമം കിട്ടുന്ന രീതിയിലുള്ള ഒരു വിഡ്ത്ത് എടുത്തിട്ടാണ് ഈ സ്മാർട്ട് റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഗ്രീൻ ലൈനുകളോട് ഉൾപ്പെടുത്തിയിട്ടുള്ള സൈക്ലിംഗ് ട്രാക്കും ഈ സ്മാർട്ട് റോഡിനോട് തന്നെ വന്നിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഈ സൈക്ലിംഗ് ട്രാക്കിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട് മനസ്സിലാക്കേണ്ടത്. ഒരു രീതിയിലും ഈ പറഞ്ഞ രീതിയിലുള്ള ഗുണം ലഭിക്കാത്ത സിറ്റുവേഷനാണ് നമ്മുടെ തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും പാർക്കിങ്ങിനായിട്ട് ഈ സ്പേസുകളെ യൂസ് ചെയ്ത് കാണുന്നത് വളരെയധികം ഒരു മോശം സിറ്റുവേഷൻ ആണെന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ ഈ യാത്ര ചെയ്യുന്നത് ഉച്ച സമയമായിരുന്നത് കൊണ്ട് തന്നെ അത്രത്തോളം തിരക്ക് ഫീൽ ചെയ്യില്ലെങ്കിലും പീക്ക് അവേഴ്സിൽ പൂർണ്ണമായിട്ടും ഈ തരത്തിൽ സ്മാർട്ട് റോഡുകളുടെ ഇരുവശത്തും വാഹനങ്ങൾ സൈക്ലിംഗ് ട്രാക്കിൽ ഉൾപ്പെടെ വന്ന് പാർക്ക് ചെയ്യുന്നത് കാരണം പൂർണ്ണമായിട്ടും ഇത് യൂസ് ചെയ്യാൻ കഴിയാത്ത, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണം ലഭിക്കാത്ത സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് തന്നെ കണ്ടാൽ അറിയാം പ്രോപ്പറായിട്ടുള്ളൊരു മെയിൻ്റനൻസ് ഈ സൈക്ലിംഗ് ട്രാക്കിനും ഇല്ല. ഈ പറഞ്ഞ ഒരു ഗ്രീൻ ലൈൻ എന്നുള്ള രീതിയിലുള്ള ഒരു സൈക്ലിംഗ് ട്രാക്ക് കൊടുത്തിട്ടുള്ളത് പൂർണ്ണമായിട്ടും ഫെയ്ഡായി പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷനും കാണാനായിട്ട് ഇടയായി. പ്രധാനമായിട്ടും വരുന്നത് ഈ സൈക്ലിംഗ് ട്രാക്കുകളിലും അതുപോലെ തന്നെ സ്മാർട്ട് റോഡുകളിലും അനധികൃതമായിട്ട് പാർക്ക് ചെയ്യുന്നത് ഒരു രീതിയിലും എൻ്റർടൈൻ ചെയ്യാവുന്ന കാര്യമല്ല. ഈ പാർക്കിംഗ് ഏറ്റവും അധികം ശ്രദ്ധയിൽപ്പെടുന്നത് നമ്മുടെ കിള്ളിപ്പാലം മുതൽ അട്ടക്കുളങ്ങര വരെ എത്തുന്നതിന് 2 വശത്താണ്. ഈ പറഞ്ഞ വലിയ ലോറികൾ ഉൾപ്പെടെ ഈ ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ ട്രാഫിക് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ സ്മാർട്ട് റോഡിൻ്റെ ഒരു ഗുണം കിട്ടാത്തൊരവസ്ഥയാണ് പൊതുവെ എല്ലായിടത്തും കാണാനുള്ളത്. പാർക്കിംഗ് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എല്ലാ സ്ഥലത്തും നിലവിലുള്ളതെങ്കിലും ആവശ്യമായ സ്ഥലങ്ങളിൽ പാർക്കിങ്ങിന് അനുവദിക്കുകയും ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ സ്ട്രിക്റ്റായ രീതിയിൽ പാർക്കിംഗ് ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതും അധികൃതരുടെ തന്നെ ഉത്തരവാദിത്വമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ആ രീതിയിൽ സ്ട്രിക്റ്റായിട്ട് ഈ പറഞ്ഞ സ്മാർട്ട് റോഡുകളുടെ ബുദ്ധിമുട്ടുകൾ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടാത്ത സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഈ സ്മാർട്ട് റോഡിൻ്റെ തന്നെ കൺസെപ്റ്റിന് വിരുദ്ധമായിട്ട് ഈ തരത്തിൽ എല്ലാം തലതിരിഞ്ഞ് നടക്കുന്നത് ഒട്ടും നല്ല ഒരു പ്രവണതയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സൈക്ലിംഗ് ട്രാക്കിന് തന്നെ ഉപയോഗിക്കുക. സിംപിളി സിറ്റിയിലൂടെ നടത്തിയ ഈ യാത്രയിൽ തന്നെ എനിക്ക് ഇത്രയും അധികം അനധികൃത പാർക്കിംഗ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോധവൽക്കരണ പരിപാടിയോടുകൂടി തന്നെ ഈ തരത്തിൽ പാർക്ക് ചെയ്യുന്നവർക്ക് ഒരു ഇനിഷ്യൽ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഒരു വാണിംഗ് കൊടുത്ത് കൃത്യമായ രീതിയിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന് ഫൈനും മറ്റ് നടപടികളും സ്വീകരിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാര്യം ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് റോഡുകളുടെ എല്ലാം കൃത്യമായ രീതിയിലുള്ള ഒരു ഉദ്ദേശം അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയേ മതിയാവൂ. സോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരും അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു റെലവൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റുമായിട്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.